ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മത്തി വാഴയിലയിൽ പൊള്ളിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വാഴയിലയിൽ മത്തി പൊള്ളിക്കുക എന്ന് നോക്കാം. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മത്തി പൊള്ളിക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ 1 കിലോ മത്തിയാണുള്ളത്, അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3 കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതി നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. മത്തിയൊക്കെ ഇവിടെ ക്ലീനാക്കി വരികി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല പുരട്ടാം. മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മസാലയൊക്കെ പറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട മത്തി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അധികം ഒന്നും മുരിയണ്ട, അതിക്ക് മുമ്പേ നമുക്ക് എടുക്കണം. കാരണം നമ്മൾ ഇനി വേവിക്കാൻ പോകുന്നത് വാഴയിലയിൽ ഈ പൊരിച്ച മത്തികളൊക്കെ വാഴയിലയിൽ നിറച്ചതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വാഴയിലയിൽ മത്തിനൊക്കെ നല്ല ഭംഗിയായിട്ട് അടക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിന് മേലെ ഒരു സവാള നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നൈസാക്കി അരിഞ്ഞിട്ട് ഇതിന് മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മേലെ ഒരു വാഴയിലയും കൂടി വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മറച്ചിടണം. മറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് വേവിക്കണം. ഈ 10 മിനിറ്റ് വെക്കാന്ന് പറയുന്നത് വളരെ ചെറിയ തീയില വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മത്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വാഴയിലൊക്കെ നിർത്തി മാറ്റാം. അപ്പോൾ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു വാഴയിലേക്ക് മാറ്റാം. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല കുബൂസോ ചപ്പാത്തിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോട് അമർത്താം. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ.